ഹായ് ഹലോ ഗായ്സ്, നമുക്കൊരു കല്യാണത്തിന് പോയാലോ? കല്യാണത്തിന് പോകേണ്ടിയിട്ട് ഞാനിതാ രാവിലെ തന്നെ കുളിച്ച് സുന്ദരിയായി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ പീടിയൻ്റെ അടുത്തായിരിക്കുന്നത്. അപ്പോൾ പീടിയെന്ന് അമ്മ 5 ബിസ്ക്കറ്റ് വാങ്ങി തന്ന് ഞാൻ അതും കഴിച്ചു ഇങ്ങനെ ഇരുന്ന്. അന്നേരം പറഞ്ഞ് ബസ്സിനാണ് പോകുന്നതെന്ന്. അപ്പം ബസ്സിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് പകുതി എത്തിപ്പോലും പറഞ്ഞ ജീപ്പുണ്ട്. അപ്പോൾ ഇതാ പിന്നെ ജീപ്പിലേക്ക് പോകേണ്ടി നടത്തായി. അങ്ങനെ എങ്ങനെയൊക്കെയോ പോയി ജീപ്പിലെത്തി. ജീപ്പിൻ്റെ സൈഡ് സീറ്റിലിരുന്നതാ കാറ്റൊക്കെ കൊണ്ട് ഓരോ കാഴ്ചയൊക്കെ കണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്തുണ്ട്. പിന്നെ ഇതാ എല്ലാവരും ഉണ്ട് ഇരിക്കുന്നത്. എൻ്റെ എല്ലാവരും എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അപ്പുറം ആൾക്കാരും ആണ്, എൻ്റെ കുടുംബക്കാരുമാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ പോകുമ്പോൾ മേപ്പേരെത്തിയപ്പോൾ അമ്മ എനിക്ക് മുല്ലപ്പൂ വാങ്ങി തന്നു. അപ്പം ഞാൻ അതിൽ പകുതി മുല്ലെടുത്ത് ഞാൻ തലയിൽ വെച്ച് പകുതി എൻ്റെ കൈ പിടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പോയി ഞങ്ങൾ അങ്ങനെ കീപ്പേര് അമ്പലത്തിലെത്തി. അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ കുറേ അമ്പലത്തിൻ്റെ പേരൊക്കെ ഞാൻ കാണുന്നിട്ട് ഇങ്ങനെ എടുത്ത് അങ്ങനെ കുറച്ച് സമയം ഇതാ അമ്പലത്തിൻ്റെ മുന്നിലേക്ക് നിന്ന് നോക്കുമ്പോൾ ആരും ഇല്ലായിരുന്നു. ഞാൾ പോയ ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ കുറേ നേരം അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് ഞാൾ എന്താക്കി അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി ഇങ്ങനെ കയറി. ഇതാ എല്ലാവരും എന്നെ കൂട്ടാണ്ട് മുന്നിൽ നടന്നു പോകാൻ ഞാൻ മറ്റേ സ്ട്രോ മോഷൻ കളിച്ചതാ പതുക്കെ നടന്ന് പോകുന്ന. എന്നിട്ടിതാ അമ്പലത്തിൽ ഇതാ തൊഴുകയാണ്, എല്ലാവരും തൊഴുകയാണ്. അപ്പം ഞാൻ ക്യാമറയും കൊണ്ട് പിടിച്ചെന്ന് ഒരു 5 മിനിറ്റ് വീഡിയോ എടുത്ത് പിന്നെ ഞാനും പോയി തൊഴുത് ഇറങ്ങി വന്ന്. അപ്പോൾ അന്ന് അടുത്ത പൂജാരി പറഞ്ഞ് അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്, നിങ്ങൾ അവിടെ പോയിരുന്നോന്ന്. അപ്പോൾ ഞാൻ അവിടെ പോയിരിക്കാൻ നിൽക്കുമ്പോൾ അന്നൊരു കണ്ണാടി ഉണ്ട്. അപ്പോൾ എന്തായാലും പ്രസാദം കിട്ടിയേക്ക് അത് കണ്ണാടിയിൽ നോക്കി തൊടാലോ എന്ന് വിചാരിച്ച് ഞാൻ ആ കണ്ണാടി ചെന്ന് നോക്കുമ്പോൾ എന്നെക്കാട്ടും വലിയ ഹൈറ്റിൽ കണ്ണാടി. പിന്നെ ഞാനവിടെ കാണാൻ ആ നെറ്റി മാത്രം ഇച്ചിരി കണ്ട് ഇച്ചിരി കുറിയും തൊട്ട് ഞാനിങ്ങ് പോന്ന് ഒരു പറഞ്ഞ സ്ഥലത്ത് ഇരിക്കാൻ പോയി. കണ്ടോ ഫാനൊക്കെ ഉണ്ട്. ഞാൻ വേറൊരു അമ്പലത്തിൽ ഞാനങ്ങനെ കണ്ടിട്ടില്ല, ചിലപ്പം ഉണ്ടായിരിക്കും, ഞാൻ കാണാത്തതായിരിക്കും. പിന്നെ ഞാൻ കുറേ മുല്ലപ്പൂവൊക്കെ വെച്ച് കാണിച്ചൊന്ന്. കണ്ടോ നല്ല രസമല്ലേ? എനിക്കിഷ്ടമായി, എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതാ ഇരിക്കാൻ കസേര ഇങ്ങനെ എല്ലാവർക്കും എടുത്തു കൊടുക്കുക. ഞാൻ കണ്ടോ നന്മ മര ഞാൻ എല്ലാ കസേരയും എടുത്തു കൊടുത്ത് എനിക്കും ഞാൻ പോയി കസേര എടുത്ത് വന്ന് ഞാൻ ആ ക്യാമറ കുറച്ച് തിരിച്ച് വെച്ച് ഞാൻ കുറച്ചൊരു 5 മിനിറ്റ് കാറ്റുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ച് അതിനൊരു 5 മിനിറ്റ് ഞാനിങ്ങനെ കാറ്റുകൊണ്ടിരുന്ന് ഓരോട് കഥയൊക്കെ പറഞ്ഞ് എന്തോ കാര്യമായിട്ട് പറയുകയാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കെന്നെ ഓർമ്മയില്ല എന്താ പറഞ്ഞതെന്ന്. അപ്പോൾ ഓരോന്ന് പറഞ്ഞ് ഓരെന്തോ കോമഡിയൊക്കെ അടിച്ചപ്പോൾ ഞാൻ ഭൂലോക ചിരിയൊക്കെ ചിരിച്ച് ഞാനൊരു വൈക്കി ഓരെന്തൊക്കെയോ കാര്യമായിട്ട് ഓരോന്ന് പറഞ്ഞ് പരിദോഷനൊക്കെ പറയുമ്പോൾ ഞാൻ കുത്തിരുന്ന് ഇങ്ങനെ ചിരിക്കുക ഓരോന്ന് കേട്ടിട്ട്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് ഞാൻ ക്യാമറ അവിടെ വെച്ച കാര്യം. അപ്പോൾ ഞാൻ ക്യാമറ എടുത്ത് കുറച്ച് എൻ്റെ മുഖത്ത് വെച്ച് കുറേ എക്സ്പ്രഷനൊക്കെ വാരിയിട്ട് പിന്നെ ആ ഫാനിൻ്റെ ഒട്ടിലിരുന്ന് കാറ്റുകൊള്ളുന്ന ഞാൻ കാണിച്ചിരുന്നു. കണ്ടോ കറങ്ങുന്ന ഫാൻ കണ്ടോ, അതാണ്. പിന്നെ ഓലെന്തോ കോമഡി അടിച്ച് പിന്നെയും ഞാനത് ചിരിച്ച് അങ്ങനെ ചിരിച്ച് അവിടെ ഇരിക്കുമ്പോണ്ട് ഇതാ ചെക്കനും കൂട്ടരും പെണ്ണും കൂട്ടരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അതൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ കണ്ടോ എല്ലാവരും വന്നു തുടങ്ങി. ആദ്യം വരുമ്പോൾ ഞാൾ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ ഇതെല്ലാവരും വന്നു തുടങ്ങി. അതാ ചെക്കനവിടുന്ന് ഫോട്ടോ എടുക്കാമെന്ന്. അപ്പം ഞാൻ ചെറുതായിട്ട് ചെക്കനായൊരു ഫോട്ടോ വീഡിയോ ആയിട്ട് എടുത്ത്. പിന്നെ ഇതേപോലെ കല്യാണം കഴിക്കാൻ പോവാന്ന്. ഇതാ എല്ലാവരും ആകാംക്ഷ പരിധിയായിട്ട് നോക്കി. പൂജാരി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഒരു തന്ത്രമന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല. ഇതാ ഒരു കല്യാണം കഴിക്കാൻ പോവാന്ന്. ഞാൻ വലിയ കാര്യത്തിൽ വീഡിയോ എടുക്കുമ്പോണ്ട് ഒരു ചേച്ചി എൻ്റെ മുന്നിലാണ് നിന്ന്. പിന്നെ അങ്ങോട്ട് വീഡിയോ കിട്ടിയില്ല. പിന്നെ ഇതാ ചെക്കൻ്റെ വീട്ടിലേക്ക് പോവാന്ന്. ചെക്കൻ്റെ വീട്ടിലേക്ക് എത്തിയതാ ചെക്കൻ്റെ വീടാണത്. എത്തിയപാട് ഞാൻ നേരെ പന്തലത്തിലേക്ക് ഇറങ്ങി ചോറുന്ന. ഫുഡ് മുക്കിമ്പിക്കില്ലേന്നല്ല, അതിപ്പോൾ വേഗം ഞാളിതാ ചോറ് നടിച്ച് അങ്ങനെ സീറ്റിലിരുന്നപ്പോൾ ഒരിതാ വെള്ളമൊക്കെ കൊണ്ട് തന്ന് ഞാൻ വെള്ളമൊക്കെ കുടിച്ച്. അധികം കുടിക്കാൻ നിന്നിക്കില്ല, ബിരിയാണി തിന്നണം. ഞാൻ വിചാരിച്ചു അത് സദ്യയാണ്, പിന്നെ മനസ്സിലായി ബിരിയാണി. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടി ഇങ്ങനെ ആറ്റുനോട്ട് കാത്തിരുന്ന് ഇലയിട്ടപ്പോൾ പിന്നെ എന്താ പറയുക അച്ചാറും മറ്റേ സാലഡും വരാൻ കാത്തുനിന്നു. അപ്പോൾ ആ സാലഡ് വന്ന് അച്ചാറും ഒരു തന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ബിരിയാണി വന്ന്. അങ്ങനെ ഞങ്ങൾ ബിരിയാണി തിന്നത് ആ ജീപ്പിലേക്ക് കയറി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, എല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് നാണം, ക്യാമറ പൊക്കി പിടിച്ച് നടക്കണ്ടേ, അതുകൊണ്ട് വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഈ സാധനങ്ങൾക്ക് അറിയോ, പണ്ട് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വല്ല തത്തമ്മ എന്ന് പറഞ്ഞ് ഞാനിതും പിടിച്ച് നടക്കലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അങ്ങനെ നടന്ന് വീട്ടിലെത്തി. ഇനി ഇത്ര വീഡിയോ ഉള്ളൂ, ഇനി ശുഭം. ഞാൻ പോയി മാറ്റി കുളിക്കുകയൊക്കെ ചെയ്യട്ടെ, എനിക്ക് ചൂടെടുക്കുന്നത്. ബൈ സീ യു, അടുത്ത വീഡിയോ കാണാം.